പിറ്റേന്ന് മുതൽ റോബർട്ട് വളരെ ആക്റ്റീവായി കാണപ്പെട്ടു. അവർ തമ്മിലുള്ള സ്നേഹം കണ്ട് എന്നും ഇവരിങ്ങനെ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ആന ചിന്തിച്ചു. പെട്ടെന്നാണ് ആന തന്നെ എമർജൻസി റൂമിൽ കാണപ്പെടുന്നത്. ആന ആക്സിഡന്റായി ഓർമ്മയില്ലാതെ കിടക്കുകയാണ്. അച്ഛൻ ആനയുടെ അരികിൽ നിൽക്കുന്നുണ്ട്. അബോധാവസ്ഥയിൽ ആനയുടെ മനസ്സ് 18 വർഷം പിറകോട്ട് സഞ്ചരിച്ചു. തന്റെ അമ്മയെ കാണാൻ അവൾ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അലീഷയാണെങ്കിലോ മരിക്കാൻ പോകുന്നെന്നറിഞ്ഞ് തന്റെ കുഞ്ഞിന് 18 ബർത്ത്ഡേ പ്രസൻസ് വാങ്ങാനുള്ള തിരക്കിലാണ്. അലീഷ തന്റെ ഫ്രണ്ട്സിനോടും കൂടെയുള്ള പേഷ്യൻസിനോടും അഭിപ്രായങ്ങൾ ചോദിച്ചു. എങ്കിലും അവൾക്ക് ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് തിരഞ്ഞെടുക്കാനാകുന്നുണ്ടായിരുന്നില്ല. അവസാനം അലീഷ ആനയോട് ചോദിച്ചു. ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞു. അലീഷയും ആനയും കൂടി ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കടയിലേക്ക് പോകുന്നു. അവിടെ എത്തിയതും അലീഷയ്ക്ക് പിയാനോ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. എന്നാൽ 7 വയസ്സുകാരിക്ക് ഇഷ്ടപ്പെടാത്തതും അതായിരുന്നു. ആന അലീഷയോട് ഡ്രം കിറ്റ് എടുക്കാനായി ആവശ്യപ്പെട്ടു. അലീഷ അതിന് സമ്മതിച്ചപ്പോൾ ആനയ്ക്ക് വളരെയധികം സന്തോഷമായി.